സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് ഈ നിമിഷം കടക്കുന്നത്. നിമിഷപ്രിയയുടെ കേസിൽ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നു. മറ്റ് കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. വിവരങ്ങളുമായി VR കാർത്തിക് തന്നെയാണ് ചേരുന്നത്. കാർത്തിക്, കൂടുതൽ റദ്ദാക്കിയേക്കുമെന്നാണോ അതോ വധശിക്ഷ റദ്ദാക്കി എന്ന വിവരമാണോ നമുക്ക് ലഭിക്കുന്നത്? ആരാണ് ഈ വിവരം പുറത്തറിയിച്ചത്? ജവാദ് മുസഫിയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണം ഉറപ്പാണ് എന്നതും ഏറ്റവും ആശ്വാസകരമാണ്. കാരണം പല ഘട്ടങ്ങളിലും ഈ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത് അദ്ദേഹം കൂടിയാണ്. അദ്ദേഹം തന്നെയാണ് ഫേസ്ബുക്കിൽ കൂടെ ഈ വിവരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നതും. പ്രത്യേകിച്ചും ആദ്യഘട്ടം മുതൽ തന്നെ മതപണ്ഡിതരുടെ ഇടപെടൽ ഈ മധ്യസ്ഥ ചർച്ചകളിൽ ഏറെ നിർണായകമായിരുന്നു. അത് തന്നെയാണ് ഒരു ഘട്ടത്തിൽ ഫലം കണ്ടതും. നേരത്തെ വധശിക്ഷ തീരുമാനിച്ച തീയതി മാറ്റിവെക്കുന്നത് തന്നെ ആശ്വാസകരമായ ഒരു ഘട്ടമായിരുന്നു. പക്ഷെ അപ്പോഴും തുടർ നടപടികൾ എന്ത് എന്ന കാര്യത്തിൽ പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിനെ സംബന്ധിച്ചൊരു അവ്യക്തതകൾ നിലനിന്നിരുന്നു. ഏതായാലും തുടർ ചർച്ചകളിൽ നിർണായകമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഏറെക്കാലമായി കേരളം ആശങ്കയോടെ കണ്ട ഒരു കേസാണിത്. നിമിഷപ്രിയ ഒരു ഘട്ടത്തിൽ വധശിക്ഷ നടപ്പാക്കുന്ന ഘട്ടം വരെ എത്തിയപ്പോഴായിരുന്നു ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ ഇടപെട്ടതും പ്രത്യേകിച്ച് ഗവർണർ അടക്കമുള്ളവർ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരുന്നതും നയതന്ത്ര തലത്തിലൊക്കെ ചർച്ചകൾ നടന്നതും മറുവശത്ത് മതപണ്ഡിതരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായതും. അങ്ങനെ പല തലങ്ങളിൽ നടന്ന ഒരു ചർച്ചകളാണ് ഇപ്പോൾ ഫലം കണ്ടത് എന്ന് തന്നെ പറയണം. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കും എന്ന ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ഇക്കാര്യം കാന്തപുരത്തിന്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ഇക്കാര്യത്തിൽ ധാരണയായി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. യമൻ ഭരണാധികാരികളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. കാർത്തിക്, നേരത്തെ തലാലിന്റെ കുടുംബം ഈ ദിയാധനം സ്വീകരിക്കുന്നതിൽ വലിയ വിമുഖത കാണിച്ചിരുന്നു. അത് കേസിന് ഈ വധശിക്ഷ റദ്ദാക്കുന്ന നടപടികളിൽ നിന്ന് അവർ പിന്മാറും എന്നതുൾപ്പെടെയുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ വിഫലമാക്കിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ എന്താണോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത് ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നിമിഷപ്രിയയുടെ കേസിൽ വധശിക്ഷ റദ്ദാക്കാനാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മതപണ്ഡിതരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്നും യമനിൽ മധ്യസ്ഥതല ചർച്ചകൾ നടന്നിരുന്നു. യമൻ പണ്ഡിതരും നയതന്ത്ര പ്രതിനിധികളും യമനിലെ ഭരണാധികാരികളും ഈ മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ആ മധ്യസ്ഥ ചർച്ചയിലാണ് വധശിക്ഷ റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ചർച്ചകൾ നടന്നിരുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ചർച്ചകൾ നടന്നിരുന്നത്. ആ ചർച്ചയിലാണ് ഇപ്പോൾ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. നിമിഷപ്രിയയുടെ കേസിൽ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാർത്തിക്, ഇവിടെ അറിയേണ്ട ഒരു കാര്യം, വധശിക്ഷ റദ്ദാക്കുകയാണെങ്കിൽ എന്തായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക? ഈ കേസിനെ അത് ഏത് രീതിയിലായിരിക്കും മാറ്റുക? ജയിൽ വാസം തന്നെ നിമിഷപ്രിയയ്ക്ക് തുടരേണ്ടി വരുമോ അതോ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? സർക്കാർ സംസ്ഥാൻ ഈ ഘട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇനിയുള്ളത് 2 സാധ്യതകളാണ് എന്നാണ്. അത് ജയിൽ മോചനമോ ജീവപര്യന്തമോ അതോ മറ്റു തരത്തിൽ ഈ ശിക്ഷ ഇളവ് ചെയ്യുമോ എന്നതിനെ കുറിച്ചാണ്. അക്കാര്യത്തിലൊക്കെ തുടർ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മതപണ്ഡിതർ അടക്കം നടത്തുന്ന ചർച്ചകളാകും അതിലും നിർണായകമാകുക. വധശിക്ഷ ഒഴിവായി എന്ന വലിയ ആശ്വാസകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മറ്റൊന്ന്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മകൾ അടക്കമുള്ളവർ യമനിലെത്തി. ഇന്ന് അത് സംബന്ധിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി വന്ന പ്രതികരണമടക്കം അമ്മയെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്ന തരത്തിൽ വളരെ വികാരനിർഭരമായ പ്രതികരണം നിമിഷപ്രിയയുടെ മകൾ മിഷേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആശ്വാസകരമായ തീരുമാനം വന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. പിതാവ് ടോമി തോമസിനും അതോടൊപ്പം തന്നെ ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ KA പോളിനും ഒപ്പമാണ് മിഷേൽ യമൻ എത്തിയത്. അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയ യാചിക്കുകയാണ് എന്നടക്കം ആയിരുന്നു ഈ കുട്ടിയുടെ പ്രതികരണം. അത്തരത്തിൽ വലിയ തോതിൽ കേരളം ഈ വിഷയം ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സജീവമായ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ആശ്വാസകരമായ വാർത്തകൾ പുറത്തു വരുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും വധശിക്ഷ റദ്ദാക്കുമെന്ന ഉറപ്പ് ലഭിച്ചിരിക്കുന്നു എന്നത് തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. തുടർ നടപടികൾ എങ്ങനെ എന്ന കാര്യത്തിൽ മതപണ്ഡിതരുടെ ഇടപെടൽ അതോടൊപ്പം തന്നെ മധ്യസ്ഥ ചർച്ചകൾ
ചർച്ചകളുമായിരിക്കും തീരുമാനമുണ്ടാവുക. കേരളം എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത് ആ വാർത്തയിലേക്കാണ് ഈ നിമിഷം ഈ മണിക്കൂറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയയുടെ കേസിൽ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. യമനിൽ നടന്ന മധ്യസ്ഥതല ചർച്ചയിലാണ് പണ്ഡിതരുടെ മധ്യസ്ഥതല ചർച്ചയിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. യമനിലെ പണ്ഡിതർ, അതുപോലെ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥർ, യമൻ ഭരണാധികാരികൾ തുടങ്ങിയവർ ഈ മധ്യസ്ഥതല ചർച്ചയിൽ പങ്കെടുത്തു. ആ മധ്യസ്ഥതല ചർച്ച വിജയം കണ്ടിരിക്കുന്നു എന്നത് ഈ നിമിഷം ഏറെ നിർണായകമാണ്. നിർണായകമായ മറ്റ് തീരുമാനങ്ങളും ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെ ഫലമായി നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സമാശ്വാസ വാർത്ത പുറത്തു വന്നിരിക്കുന്നു എന്നൊരു കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നിമിഷപ്രിയയുടെ കേസിൽ വധശിക്ഷ റദ്ദാക്കാൻ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. ആശ്വാസകരമായ വാർത്തയാണ് ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഭരത് ചേരുകയാണ്. മനു, ഏറെ വലിയ വിഷമമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നിശ്ചയിച്ചത്. അതിനുശേഷം പല തലങ്ങളിൽ പല കോണുകളിൽ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ആ ചർച്ചകളൊന്നും തന്നെ വിജയിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിരുന്നില്ല. പലപ്പോഴും ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദിയാധനം സ്വീകരിക്കുന്നതിന് വിമുഖത കാണിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു മധ്യസ്ഥതല ചർച്ചയിൽ അവർ എന്ത് തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏതായാലും വധശിക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. പക്ഷേ ഇനി എന്ത് തുടർ നടപടികൾ എന്ന കാര്യത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും. തലാലിന്റെ കുടുംബവുമായി തുടർ ചർച്ചകൾ ഉണ്ടാകും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിതരുടെ സംഘമാണ് ഈ ചർച്ചകൾക്ക് അവിടെ നേതൃത്വം കൊടുത്തത്. ഒപ്പം തന്നെ നോർത്തേൺ യമനിലെ അവിടുത്തെ ഭരണാധികാരികൾ ഈ ചർച്ചയുടെ ഭാഗമായി. അതുപോലെ തന്നെ നമ്മുടെ അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥർ ഈ മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുത്തു. അങ്ങനെ തുടർച്ചയായി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ വധശിക്ഷ റദ്ദാക്കാൻ ഉള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ജൂലൈ 16 വധശിക്ഷ നടത്താൻ തീരുമാനിച്ചിരുന്നത്. അന്ന് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ എല്ലാവരും തന്നെ ഇത് റദ്ദാകുമോ എന്ന ഒരു സംശയം പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ജൂലൈ 14 വധശിക്ഷ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഉത്തരവ് വന്നത്. അത് കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ മുന്നേറാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശ്വാസത്തിന്റെ വാക്കുകളാണ്. ഒരുപക്ഷെ കുറച്ച് സമയം കൂടി തടവിൽ തുടരേണ്ടി വന്നേക്കുമോ എന്ന സംശയമുണ്ട്. പക്ഷെ പൂർണ്ണമായ ഒരു മോചനത്തിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതിലേക്ക് വഴികൾ തെളിയുന്നു. 2012 ഇപ്പോൾ നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് പോയത്. പിന്നീട് അവിടെ നിന്ന് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിൽ അകപ്പെടുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അതിന്റെ ഭാഗമായ ഒരു കൊലപാതകത്തിന്റെ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ക്രൂരമായ മർദ്ദനത്തിനും മറ്റും ഇരയാക്കി ഒരു അപകടഘട്ടത്തിൽ പെട്ടതിനെ തുടർന്നാണ് രക്ഷപ്പെടാൻ തന്റെ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി നിമിഷപ്രിയ ഇത്തരം ഒരു കടുകയ്ക്ക് തയ്യാറായത്. ഏതായാലും ആദ്യഘട്ടത്തിലെല്ലാം ദൈവത്തിന്റെ നീതി നടപ്പാകണം എന്ന് വ്യക്തമായി പറഞ്ഞ തലാലിന്റെ കുടുംബം ഇപ്പോൾ അതിൽ അവർ മുന്നോട്ട് പോയിരിക്കുന്നു. അതിൽ ഒരുപക്ഷെ ഈ ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച പണ്ഡിതരുടെ കൂട്ടായ്മയാണ് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് എന്ന കാര്യം സംശയമില്ല. ഒപ്പം നോർത്തേൺ യമനിലെ ഭരണാധികാരികളും ഇതിൽ ചർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു. ഇനിയും ഈ ചർച്ചകൾ തുടരേണ്ടതുണ്ട്. തലാലിന്റെ കുടുംബവുമായി ഇനിയും ചർച്ചകൾ തുടരേണ്ടതുണ്ട്. അത് ഏതു തരത്തിൽ ഇനി ശിക്ഷയുടെ ബാക്കി കാര്യങ്ങൾ എന്ത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ അവിടുത്തെ ഭരണാധികാരികളും അതുപോലെ ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരും കുടുംബവുമെല്ലാമായി കൂട്ടായി തീരുമാനമെടുക്കും. പൂർണ്ണമായ ഒരു മോചനം സാധ്യമാണ്. അത് പക്ഷേ എത്ര കാലത്തിന് ശേഷം എന്നതിനെ കുറിച്ചൊക്കെ ഇനിയും ചർച്ചകളുണ്ട്. കുറച്ചു കാലം കൂടി ഒരു പക്ഷേ തടവിൽ കഴിയേണ്ടി വന്നാലും നിമിഷപ്രിയയെ നേരത്തെ അവർ പ്രഖ്യാപിച്ചതുപോലെ വധശിക്ഷയ്ക്ക് വിധേയമാക്കില്ല എന്നത് വലിയ ആശ്വാസം പകരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രാർത്ഥിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസത്തിന്റെ വാക്കാണ്. പ്രത്യേകിച്ച് ഇതിനുവേണ്ടി ഇടപെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ
പ്രവർത്തനത്തെ ഇത് അങ്ങേയറ്റത്തെ ഒരു വിജയം എന്ന് തന്നെ വിളിക്കാം. കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം അവിടെ നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അപ്പൊ യമനിലെ ഈ പൗരനായ തലാൽ അബ്ദുൾ മഹദിയുടെ മരണത്തെ തുടർന്ന് 2017 അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പുതിയതായി ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ഒക്കെയുള്ള സഹായത്തിനാണ് അയാളെ കൂടി നിമിഷപ്രിയ അവിടെ ഉൾപ്പെടുത്തുന്നത്. പിന്നീട് തർക്കങ്ങളും മർദ്ദനവും അതുപോലെ പിന്നീട് അകൽച്ചയും ഒക്കെ ഉണ്ടായി. ഒടുവിൽ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിരുന്ന തലാൽ തന്റെ പണം തട്ടിയെടുത്തു, പാസ്പോർട്ട് പിടിച്ചു വെച്ചു, അതുപോലെ ലൈംഗിക വൈദ്യുതങ്ങൾക്ക് ഇരയാക്കി, തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി, അങ്ങനെ പല ആരോപണങ്ങൾ നിമിഷപ്രിയ ഉന്നയിച്ചിരുന്നു. അതുപോലെ നിമിഷപ്രിയയുടെ സഹപ്രവർത്തക ഹനാനും എന്ന ഒരു യമൻ യുവതിയുടെ സഹായം കൂടി നിമിഷപ്രിയയ്ക്ക് ആ ഘട്ടത്തിൽ ലഭിക്കുന്നു. ആ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഒരു കടുകയിലേക്ക് നീങ്ങുന്നു. പിന്നീട് സനയിലെ ജയിൽ വാർഡനിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ, സനയിലെ ഒരു ജയിൽ വാർഡനുമായി ഉള്ള പരിചയത്തിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ അവിടത്തേക്കുള്ള ആ ഒരു ദുർഘട ഘട്ടത്തിലാണ് ഇങ്ങനെ തലാലിന് മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നിമിഷപ്രിയ നടത്തിയത്. പക്ഷെ അത് മനു, ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി അംഗം സുഭാഷ് ചന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഈ നിമിഷം കേൾക്കേണ്ട ഏറ്റവും സന്തോഷകരമായ അല്ലെങ്കിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് നിമിഷപ്രിയയുടെ കേസിൽ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത്. എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഞങ്ങളെ അറിയിക്കുന്ന ശ്രീ കാന്തപുരത്തിന്റെ ഓഫീസാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി, താൽക്കാലികമായി നിർത്തിവെക്കുക എന്നത് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ചർച്ചകളിലേക്ക്, നിമിഷപ്രിയയുടെ മറ്റ് മോചന ചർച്ചകളിലേക്ക് ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനം. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, കുറെ മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായി നിമിഷപ്രിയ പോലെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു നഴ്സിന്റെ, യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു നഴ്സിന് വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങൾക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഇനിയും ചില ബന്ധുക്കൾക്കും ചില വ്യക്തികൾക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില റിസർവേഷനുകളുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുക്കേണ്ട ആളുകളെ അക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷയിൽ നിന്ന് നിമിഷയ്ക്ക് മോചനം നൽകാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. ഈ ബാക്കി കാര്യങ്ങൾക്കകത്ത് തുടർ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്.